ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടോ വണ്ടിക്ക്. വണ്ടിൻ്റെ ഒരു കാറിൻ്റെ ആണ് കേട്ടോ ഇവനെ എന്ന് എടുക്കുന്നില്ല നമ്മൾ പോകുന്നത്. നമ്മളുടെ കാറിന് ചെറിയൊരു പണി കിട്ടി. ഇവനെ എപ്പോഴും ഉണ്ടാവും. നമ്മളിവിടെ പോകുമ്പം വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പം ഇതൊക്കെ കടന്നു പോകണം കേട്ടോ. ഫുള്ളും കൈകി വെച്ചാലും പിന്നെ അത് ചളിയാവും. അതുകൊണ്ട് കൈകലേ ഇല്ല വണ്ടി കേട്ടോ. എനിക്ക് എന്ത് സംഭവിച്ചെന്നറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പം ഓപ്പൺ ആവില്ല വണ്ടി. റിമോട്ടിൽ ഡയറക്റ്റ് നമ്മൾ ചാവി തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ശരിയാക്കിയിട്ട് വരാം ഇന്ന് പോയിട്ട്. പിന്നെ ഷോപ്പിലേക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. അപ്പോൾ അത് പോയിട്ട് വരാം. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് പോകുന്നത്. നന്ദു എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോനാണ് കേട്ടോ. അവനും ഞാനും കൂടിയാണ് ഇന്ന് പോകുന്നത് വണ്ടി ശരിയാക്കാൻ കൊണ്ട്. ഇവിടെ എത്തി കേട്ടോ വണ്ടീൻ്റെ അവിടെ. അപ്പോൾ അവർ വർക്ക് തുടങ്ങി. പക്ഷെ വലിയതായിട്ടൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ലൂസ് കളക്ഷനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വേഗം ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ മാർക്കറ്റിലെത്തി കേട്ടോ. മാർക്കറ്റിന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. എനിക്കില്ലേ ചെറിയൊരു ടീ സ്റ്റാളുണ്ട് കേട്ടോ. അവിടത്തേക്കാണ് കേട്ടോ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഷോപ്പിലോട്ടില്ല സാധനം എപ്പോഴും ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. പക്ഷേ മാർക്കറ്റിൽ തന്നെ എല്ലാ ഷോപ്പിലും വേറെ വേറെ റേറ്റാണ്. അതെനിക്ക് പിന്നെ മനസ്സിലായത്. എന്നിട്ട് ഞാൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ചിലയിടത്ത് 20 rupees കുറവുണ്ട്, ചിലയിടത്ത് 20 rupees, ചിലയിടത്ത് 20 rupees കൂടുതലുണ്ട്. എല്ലാം വ്യത്യാസമുണ്ട് അപ്പുറം ഇപ്പുറം. ചേട്ടനോട് പറഞ്ഞു ഷോപ്പിലോട്ട് ചായ കുടിക്കാൻ വരണമെന്ന്. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു വരാമെന്ന്. എൻ്റെ ചുമലിൽ വെച്ച് തന്നു എനിക്ക്. എന്നിട്ട് ഞാനും നന്ദും പോവാണ് അവിടുന്ന്. എന്നിട്ട് നേരെ എത്തിയത് നമ്മളുടെ കരിമീൻ പാലിൻ്റെ അവിടെയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ടില്ല എന്തെങ്കിലും കുടിക്കും കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ കുടിക്കാൻ വിചാരിച്ച കരിമീൻ പാലാണ്. കരിമീൻ പാലും കൊണ്ടുവന്നിട്ടോ. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ നല്ല ഹെൽത്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുടിക്കാറുള്ളൂ. എന്തെങ്കിലും ബോട്ടിൽ ഡ്രിങ്ക് ഉണ്ടല്ലോ അതൊന്നും കുടിക്കാറില്ല, കുറവ് തന്നെയാണ്. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ എന്തെങ്കിലും മോരാണോ ലസ്സിയാണോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കട്ടോ. അപ്പോൾ കുടിച്ചാൽ നമുക്കൊരു എനർജി ഫീൽ ആവും കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഈ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും സാധനം കുടിച്ചാൽ നമ്മളുടെ കുറച്ച് ആയിരിക്കും നമ്മളുടെ എനർജി ഇതൊക്കെ കുടിച്ചാൽ. ഓക്കെ, പിന്നെ ഈ ബോട്ടിൽ വരുന്ന ഡ്രിങ്ക് ഉണ്ടല്ലോ അത് കുടിക്കാത്തായിരിക്കും നല്ലതല്ലായിരിക്കും. ഹെൽത്ത് പരമായിട്ടില്ല എന്തെങ്കിലും നല്ല സാധനങ്ങൾ കുടിക്കാൻ നോക്കുക. ഈ ബോട്ടിൽ ഡ്രിങ്കൊക്കെ കഴിയുന്ന പരമാവധി ഒഴിവാക്കാൻ നോക്കുക എല്ലാവരും. കഞ്ഞിവെള്ളം പോലും കാണാത്ത പോലെ കുടിക്കുകയാണ്. ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടോ എന്തോ ബൂസ്റ്റ് കുടിച്ച പോലെ ഉണ്ട് എൻ്റെ കളി കാണുമ്പോൾ. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടോ. അപ്പം എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗൈസ്, ബൈ.